ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് മക്രോണിൻ്റെ റൈസ് കൊണ്ടുള്ള ഒരു പുലാവാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാല ചേർത്തിട്ട് ചിക്കൻ വേവിക്കണം. ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ചിക്കൻ നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂണ് നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ പിരിയൽമുളക്, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ചിക്കനും നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നല്ലോണം അടിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ സമൂസൻ്റെ മസാല എല്ലാം തയ്യാറാക്കി മേടിക്കാൻ ചിക്കൻ വേവിക്കില്ല, അതേപോലെ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക, 2 പച്ചമുളക്, കറിവേപ്പില, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ടൊമാറ്റോ, മീഡിയം സൈസ് ടൊമാറ്റോ ആണിത്. ഇത് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കണം. മസാലയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടാണ് ഇതിൻ്റെ പൊടികൾ ബാക്കി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് പിരിയൽമുളക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മീറ്റ് മസാല, ഇത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണക്ക് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ മക്രോണി റൈസ് വേവിച്ചിട്ടാണ് എടുക്കുന്നത്, അതിനെക്കൊണ്ട് കുറച്ച് വെള്ളം മതി നമുക്ക്. ഈ വെള്ളം നമുക്ക് ഈ ഉള്ളിൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഇത് ഏകദേശം 1.5 കപ്പ് വെള്ളം ഉണ്ടാവും. അപ്പോൾ വെന്ത മക്രോണി ആയതുകൊണ്ട് ഇത്ര വെള്ളം മതി നമുക്ക്, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിൽ കുറച്ച് തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാണ് മക്രോണിൻ്റെ റൈസ്. ഇത് ഞാൻ മക്രോണിയൊക്കെ ഒന്ന് വേവിക്കണ മാതിരിയാണ് വേവിക്കുന്നത്. നമ്മൾ അധികം മക്രോണിൻ്റെ അത്ര വേവിക്കേണ്ട. ഇത് നല്ലോണം ഒന്ന് കഴുകി നമുക്ക് എടുക്കണതാണ്. ഇതിൻ്റെ പശയൊക്കെ ഒന്ന് പോകണ വരെ 2-3 പ്രാവശ്യം ഇട്ടിട്ട് നമുക്ക് കഴുകണത്. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് സേമിയ വേവിക്കണൊക്കെ പോലെ അത്രേ വേവ് ഉണ്ടാവുള്ളൂ, 5 മിനിറ്റൊക്കെ വേവാനേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ സേമിയൊക്കെ വേവിക്കൂലേ, അതേപോലെ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. മക്രോണിൻ്റെ അത്ര വേവ് ഉണ്ടാവില്ല. ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഒട്ടി പിടിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നത്. അതിലിട്ടിട്ട് നിങ്ങൾക്ക് മസാല ഇട്ടിട്ട് വറ്റിച്ചിട്ട് എടുക്കാം. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടി നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇതൊന്ന് ഊറ്റിയെടുത്ത് നല്ലോണം അതിൻ്റെ മുകളിൽ ടാപ്പ് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് അത് ആവശ്യാനുസരണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മസാലക്കൂട്ടിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി റൈസ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ വെള്ളം അധികമായി പോകുന്ന ടെൻഷനൊന്നും വേണ്ട. അതിൽ കിടന്നിട്ട് നല്ലോണം അതിൽ പിടിച്ചോളും. അപ്പോൾ അത് വെള്ളം ഒന്ന് വറ്റി വന്നോളും നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം പോരായെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ആ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ മക്രോണി റൈസിലേക്ക് മസാലകളൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചിട്ട് വരണം. നമുക്ക് ആവശ്യത്തിന് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഈ മസാലയൊക്കെ നല്ലോണം ഇതിലൊന്ന് പിടിച്ചിട്ട് വരട്ടെ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു ഡിഷാണ്. ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ, ഞാനിവിടെ മിൽക്ക് പൗഡറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. അധികം ആവണ്ട, അതൊന്ന് ആ മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. അധികം ഡ്രൈ ആയി പോകരുത്. ഡ്രൈ ആവണ മുന്നേ തന്നെ ഇത് ഓഫാക്കണം. കാരണം അത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൽ വെള്ളമൊക്കെ പിടിച്ചിട്ട് അധികം ഡ്രൈ ആയി പോകും. അപ്പോൾ അതിൻ്റെ കൂടെ വാട്ടർ കണ്ടൻറ്റോടെ തന്നെ നിങ്ങൾക്കിത് ഓഫാക്കാം. ഇപ്പോൾ നല്ലോണം മസാല എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു ഡിഷാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു 10 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. മല്ലിയിലിട്ട് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുത്തു വെക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക.